അമേരിക്കയിലെ ഇന്ത്യൻ എക്സ്പാറ്റ്സിൻ്റെ ഇടയിൽ ഓൾവേസ് ഓൺ ബിസി ലൈഫ് സ്റ്റൈലാണ്. അതിൻ്റെ ഇടയിൽ കിച്ചൺ ഗാർഡനിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇത് ഈ കാണുന്ന ഡോറിലൂടെയാണ് 2500 സ്ക്വയർ ഫീറ്റുള്ള ഈ ടോട്ടൽ വീടിൻ്റെ പ്രൈവറ്റ് ബാക്ക് യാർഡിലേക്കുള്ള വഴി. ഇതാണ് ഈ വീട്ടിൻ്റെ 3 ഭാഗത്തും ഫെൻസ് ചെയ്തിട്ടുള്ള ബർമുഡ ഗ്രാസ് വെച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ബാക്ക് യാർഡ്. പിന്നെ വേറൊരു കാര്യം, ഈ അമേരിക്കയിൽ 4 സീസൺ ഉണ്ട്: സ്പ്രിങ്, സമ്മർ, ഫാള്, വിൻ്റർ. നമ്മുടെ കേരള ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും സ്പ്രിങ്ങും സമ്മറിലും മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് 6 മാസം മാത്രമേ ഇവിടെ പ്ലാന്റിങ് നടക്കുകയുള്ളൂ. അതൊരു ചൈനക്കാരൻ്റെ വീടാണ്. അതെ, ആ ചൈനക്കാരൻ്റെ സൈഡിലുള്ള വുഡിൻ്റെ ഫെൻസ്ഡ് വാളും അപ്പുറത്തെ സൈഡിലുള്ള ബ്രിക്സിൻ്റെ വാളും പിന്നെ വാട്ടർ സ്പ്രിങ്ക്ലറും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് മരമാണ് കേട്ടോ. ഇത് മരത്തിൻ്റെ ലോക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മതിലായിട്ട്. വളരെ കണ്ടോ, അതുവരെ മതിലാണ്. ഇഷ്ടികയാണ്, ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, റെയിൻ വാട്ടർ ഡിറ്റക്ഷനോ. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, മഴ പെയ്തു അപ്പോൾ ഇന്ന് സ്പ്രിങ്ക്ലർ ഓൺ ആക്കണ്ടെന്ന് ഇത് തന്നെ ഡിസൈഡ് ചെയ്യും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. സ്പ്രിങ്ക്ലർ ഇവിടെ, സ്പ്രിങ്ക്ലർ തന്നെ റോട്ടറി ഉണ്ട്, ഫിക്സ്ഡും ഉണ്ട്. ഇവിടുത്തെ ഒരു റേഡിയസ് അനുസരിച്ചിട്ട് നമുക്ക് 2 or 3 സ്പ്രിങ്ക്ലർ ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇനി ഈ കിച്ചൺ ഗാർഡനിലെ ഐക്കോണിക് ആയിട്ടുള്ള 10 പ്ലാന്റ്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മലയാളി ക്യൂസിൻസിലും അമേരിക്കൻ ക്യൂസിൻസിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഗ്രീൻ ചില്ലി കഴിഞ്ഞാൽ അടുത്തത് മുരിങ്ങ ലീവ്സ്. പണ്ടൊന്നും അത്ര ട്രെൻഡിലായിരുന്നു, ഇപ്പം സൂപ്പർ ഫുഡായിട്ട് വളരെ പോപ്പുലറാണ് US-ൽ. എസ്പെഷ്യലി സ്മൂത്തീസിലും ടീസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മലയാളി കുക്കിങ്ങിലെ ഇൻഡിസ്പെൻസിബിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറി ലീവ്സ്. ഇനി ക്യൂക്കമ്പർ അല്ലെങ്കിൽ കക്കിരിക്ക അമേരിക്കൻ സാലഡ്സിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് മാർക്കറ്റ്സിലും അവൈലബിൾ ആവും, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബ്രൊക്കോളി കാലങ്ങളായിട്ട് അമേരിക്കയിലെ പോപ്പുലർ സൂപ്പർ ഫുഡാണ്, നമ്മുടെ നാട്ടിൽ പോപ്പുലാരിറ്റി ആവുന്നേ ഉള്ളൂ. ഇനി ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ടയ്ക്ക, നമ്മുടെ കേരള ഡിഷസിൽ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ് വെണ്ടയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അമേരിക്കയിൽ, സദേൺ അമേരിക്കയിൽ ഓക്ര എന്നുള്ള രീതിയിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. പിക്കിൾഡ് ഓക്രയൊക്കെ വളരെ ഫേമസ് ആണ്. പിന്നെ തക്കാളി അമേരിക്കൻസിൻ്റെ സ്റ്റേപ്പിൾ വെജിറ്റബിൾ ആണ്, ഹോം ഗാർഡനിങ് ഫേവറേറ്റ് ആണ്. പിന്നെ ബിറ്റർ ഗാർഡ് അല്ലെങ്കിൽ പാവയ്ക്ക അമേരിക്കൻ കൾച്ചറിൽ അത്ര കോമൺ അല്ല, അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളും അല്ല. പക്ഷേ നമ്മൾ മലയാളീസിന് ഇതൊരു ഫേവറേറ്റ് ആണ്. ക്യാരറ്റും അമേരിക്കയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ചീര എന്ന് പറയുന്നത് അമേരിക്കൻ കൾച്ചറിലും മലയാളി കൾച്ചറിലും ഈക്വലി സൂപ്പർ ഫുഡാണ്. പിന്നെ കമ്പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെയുള്ള ഫുഡ് വെച്ചിട്ടാണ് ഓർഗാനിക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും മോട്ടിവേറ്റിംഗ് ആണ്, നമുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഓൺ ദാറ്റ് നോട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.